Hello everyone, welcome back to Xylem, welcome back to the world of English. നിങ്ങളുടെ സ്വന്തം നാച്ചു സാറാണ്. നമുക്ക് നാളെയാണ് സെപ്റ്റംബർ 4-ാം തീയതിയാണ് നമ്മുടെ ഇംഗ്ലീഷിന്റെ എക്സാം. 80 മാർക്കിന്റെ പരീക്ഷയാണ്. ഏകദേശം 36ഓളം ചോദ്യങ്ങളുണ്ട്, 6 ചാപ്റ്റേഴ്സും 6ഓളം ഗ്രാമർ ടോപ്പിക്കുകളും ഉണ്ട്. പക്ഷെ ഇങ്ങനൊരു വലിയ എക്സാമിനെ നമ്മൾ നേരിടുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യണം. ഏത് രീതിയിലാണ് ചോദ്യങ്ങൾ വരിക, എങ്ങനെയാണ് എക്സാമിന്റെ പാറ്റേൺ എന്നൊക്കെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഈ പ്രിപ്പറേഷൻ കുറച്ചുകൂടെ എളുപ്പമാവും. പക്ഷെ ഒരു പ്രശ്നമുണ്ട് സാർ. എന്താ പ്രശ്നം? നമുക്ക് ആദ്യമായിട്ടാണ് ഈ സിലബസ് വെച്ചൊരു ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഈ സിലബസ് വെച്ചിട്ട് ഒരു എക്സാം നടക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ എക്സാം പാറ്റേൺ പ്രിഡിക്റ്റ് ചെയ്യുന്നത്? സിമ്പിളാണ്. നമ്മൾ കഴിഞ്ഞ വർഷം വരെ 9ാം ക്ലാസ്സിൽ 80 മാർക്കിന്റെ ചോദ്യം എങ്ങനെയാണ്, ഏത് പാറ്റേണിലാണ് വന്നത് നോക്കുന്നു. ഓൾമോസ്റ്റ് സിമിലർ പാറ്റേണിലായിരിക്കും ഈ പരീക്ഷയ്ക്കും ചോദ്യങ്ങൾ വരിക. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ തവണ 8ാം ക്ലാസ്സിൽ 40 മാർക്കിന്റെ പരീക്ഷ എഴുതിയ ആൾക്കാരാണ്. അപ്പൊ ഈ പാറ്റേൺ മനസ്സിലാക്കുക എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലാണ്. നോക്കൂ, എങ്ങനെയാണ് പാറ്റേൺ ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞുതരാം. നിങ്ങളുടെ ക്വസ്റ്റ്യൻ നമ്പർ 1 to 5 ആദ്യത്തെ 5 ചോദ്യങ്ങൾ ഒരു പാസേജ് കോംപ്രിഹെൻഷൻ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾക്ക് പഠിക്കാനുള്ള ടെക്സ്റ്റ് ബുക്ക് ചാപ്റ്റേഴ്സ് 4 പ്രോസുകൾ പഠിക്കാനാണ് നമുക്ക് ഈ പരീക്ഷയ്ക്ക്, അല്ലേ? ഹാഫ് എ ഡേ ഉണ്ട്, ഡെപ്ത്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്, ഡ്രീംസ് റിയലൈസ്ഡ് ഉണ്ട്, ദ ടോയ്ലറ്റ് ഉണ്ട്. ഈ 4 ചാപ്റ്ററുകളിൽ ഏതെങ്കിലും ഒരു ചാപ്റ്ററിലെ ഒരു പാസേജ് തരും. എന്നിട്ട് അതിൽ 5 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഐ തിങ്ക് യു ആർ ഓൾറെഡി ഫെമിലിയർ വിത്ത് ദീസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ ക്ലാസ് 8, അല്ലെ? നിങ്ങൾ ഓൾറെഡി 8ാം ക്ലാസ് ഇത് പരിചയപ്പെട്ടിട്ടുണ്ട്. ദെൻ അടുത്തത് നിങ്ങൾക്ക് 8ാം ക്ലാസ് പരിചയമുള്ള മറ്റൊരു പാറ്റേൺ ആണ് പോയം കോംപ്രിഹെൻഷൻ. നിങ്ങൾക്ക് 2 പോയംസ് അല്ലേ പഠിക്കാനുള്ളത്? ഏതൊക്കെയാണ്? യെസ്, ഒന്നാമത്തത് നത്തിങ് ട്വൈസ് ആണ്, രണ്ടാമത്തത് ദ സക്സസ് ആണ്. അപ്പൊ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു പോയത്തിലെ 1-2 സ്റ്റാൻസ് തരും. എന്നിട്ട് അതിൽ നിന്ന് 1 വേർഡ് 5 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും. ഇനി നിങ്ങൾക്ക് പരിചയമില്ലാത്ത, എന്നാൽ നിങ്ങൾ ഓൾറെഡി 9ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ നിങ്ങൾ എഴുതി പഠിച്ചൊരു ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 10 അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 11 എന്തായിരിക്കും? അപ്രിസിയേഷൻ ആയിരിക്കും. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 11 to 15 നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ഫോറിൻ പാസേജ് ആണ്. സാർ, എന്താണ് സാർ ഫോറിൻ പാസേജ്? ഫോറിൻ പാസേജ് എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഫെമിലിയർ അല്ലാത്ത, ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ വായിക്കാത്ത ഒരു പാസേജ് വരുന്നു, അതിന്റെ കോംപ്രിഹെൻഷൻ അത് വായിച്ചിട്ട് അതിൽ നിന്ന് 5 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. ഇനി പറയാൻ പോകുന്നത് വളരെ കൃത്യമായി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രയും പറഞ്ഞതൊക്കെ നമുക്ക് അത്യാവശ്യം മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ ക്വസ്റ്റ്യൻ നമ്പർ 16 and 17 അല്ലെങ്കിൽ 17 18 ഈ 2 ചോദ്യങ്ങളുണ്ടാവും. അത് ആക്ച്വലി ഓപ്ഷൻസ് ആണ്. ഈ 2 ചോദ്യങ്ങളിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അറ്റംപ്റ്റ് ചെയ്താൽ മതി. അത് കൃത്യമായി ശ്രദ്ധിക്കുക. ആൻസർ എനി 1 of the 2 എന്ന് ക്വസ്റ്റ്യൻ പേപ്പർ പറഞ്ഞിട്ടുണ്ടാവും. അത് നറേഷനോ റൈറ്റപ്പോ അല്ലെങ്കിൽ സ്പീച്ചോ ആയിരിക്കും. ഇതിൽ ഏതെങ്കിലും 2 നിങ്ങൾക്ക് തരും, അതിൽ 1 എഴുതുക. 7 മാർക്കിന്റെ ചോദ്യമാണത്. ഇത് എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്? 7 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഐ ബിലീവ് യു ഡു നോട്ട് ഹാവ് എനി പ്രീവിയസ് എക്സ്പീരിയൻസ് റൈറ്റിംഗ് എ 7 മാർക്ക് ക്വസ്റ്റ്യൻ, ബിക്കോസ് 8ാം ക്ലാസ്സിലെ മാക്സിമം മാർക്ക് 5 മാർക്കായിരുന്നു. അപ്പൊ അത് മനസ്സിലായി. ഇനി 18 മുതൽ 21 വരെ നിങ്ങൾക്ക് 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്? 3 ചോദ്യങ്ങളാണുള്ളത്. ആ 3 ചോദ്യങ്ങളും 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, 5 മാർക്കിന്റെ ചോദ്യങ്ങളായിരിക്കും. അതിൽ ഏതെങ്കിലും 2 നിങ്ങൾ എഴുതേണ്ടത്. കഴിഞ്ഞ വർഷത്തെ പാറ്റേൺ വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ ചോദിക്കാൻ സാധ്യതയുള്ള 5 മാർക്കിന്റെ ഒരു ചോദ്യം ഡയറിയാണ്. മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ നോട്ടീസ് ആണ്. ഇവിടെ ഒരു ലെറ്ററോ അല്ലെങ്കിൽ ക്വസ്റ്റ്യനെയറോ എന്തും ആവാം. മഹാത്മാഗാന്ധിയോട് ചോദിക്കുന്ന അല്ലെങ്കിൽ സെൽമ ലാഗർലോഫിനോട് ചോദിക്കുന്ന ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആവും. ഇതൊക്കെ 5 മാർക്കിന് ചോദിക്കാം. ഇതിൽ ഏതെങ്കിലും 3 ക്വസ്റ്റ്യനിൽ 2 എഴുതിയാൽ മതി. ഇനി നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. ക്വസ്റ്റ്യൻ നമ്പർ 22 to 26 നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ 5 ക്വസ്റ്റ്യൻസ് മുഴുവൻ 6 മാർക്കിന്റെ ചോദ്യങ്ങളായിരിക്കും. എന്നാൽ ഈ 5 എണ്ണത്തിൽ നിങ്ങൾക്ക് 2 സ്കിപ്പ് ചെയ്യാം, 3 എഴുതിയാൽ മതി. റൈറ്റ് എനി 3. അവിടെ പല ടൈപ്പ് എന്ത് വരാൻ സാധ്യതയുണ്ട്? ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്കവിടെ പല ടൈപ്പിൽ എന്ത് ചോദിക്കാം? ലെറ്റർ ചോദിക്കാം, ദെൻ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം, ദെൻ പാരഗ്രാഫ് ഷോർട്ട് എസ്സേ ചോദിക്കാം, ന്യൂസ് റിപ്പോർട്ട് ചോദിക്കാം, അല്ലെ? ന്യൂസ് റിപ്പോർട്ട് ചോദിക്കാം, ദെൻ ഇന്റർവ്യൂ ചോദിക്കാം, ദെൻ കോൺവെർസേഷൻ ചോദിക്കാം. ഇനി ഉറപ്പായിട്ട് നിങ്ങൾ പ്രിഡിക്റ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇത്, പ്രൊഫൈൽ. ഈ 5 ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഈ 5 ക്വസ്റ്റ്യനിൽ നിങ്ങൾ എത്ര എഴുതിയാൽ മതി? 3 എഴുതിയാൽ മതി. ഉറപ്പായിട്ടും എൻ്റെ ഒരു സജഷൻ, ആ 3 ഒന്ന് നിങ്ങൾ എന്ത് ചൂസ് ചെയ്യുക? പ്രൊഫൈൽ ചൂസ് ചെയ്യുക. പ്രൊഫൈൽ എങ്ങനെയാണ് 5-6 മാർക്കിന് അടിപൊളിയായിട്ട് എഴുതേണ്ടത് എന്ന് നമ്മൾ ഇന്നത്തെ ലൈവിൽ പറയും. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 27 to 31. നിങ്ങൾ ഇതിന്റെ സൗന്ദര്യം കണ്ടിട്ട് അല്ലെങ്കിൽ ഇതിന്റെ എന്താ പറയുക വേർഡ്സ് കണ്ടിട്ട് കൺഫ്യൂഷൻ ആവേണ്ട.
ആവണ്ട, പെർപ്ലക്സ്ഡ് ആവണ്ട, ഒന്നുമില്ല. 27 to 31 എന്ന് പറയുന്നത് ഡാറ്റ അനാലിസിസ് ആണ്. എന്താണ്? ഡാറ്റ അനാലിസിസ് ആണ്. ഡാറ്റ അനാലിസിസ് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടേബിളോ അല്ലെങ്കിൽ ഒരു ഡയഗ്രമോ തന്നിട്ടുണ്ടാവും. അതിനെ ബേസ് ചെയ്തുകൊണ്ട് അത് അനലൈസ് ചെയ്ത് 5 1 മാർക്ക് ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിരിക്കും. ഇനി നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന സാർ എന്താ പറയാത്തത് എന്ന് വിചാരിക്കുന്ന സെക്ഷനാണ്. ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 31 to 36 ആണ്. അത് ഏതാണ്? അത് ഗ്രാമർ ആണ്. ഓക്കെ, സോ ഗ്രാമറിൽ ഏതൊക്കെ ചോദ്യങ്ങൾ വരുന്നു എന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യണം. അതെങ്ങനെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ പറയണം. ഈ മുഴുവൻ കാര്യങ്ങളും പഠിച്ചു തീർക്കാൻ നമ്മുടെ മുമ്പിൽ ഒറ്റ ദിവസമാണുള്ളത്. സാർ, ഈ ഒരു ദിവസം കൊണ്ട് ഇതൊക്കെ പറ്റുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു സൊല്യൂഷൻ പറഞ്ഞുതരാം. ഇന്ന് വൈകുന്നേരം കൃത്യം 7 മണിക്ക് ഞാനും JD സാറും ലൈവിൽ വരുന്നുണ്ട് മെഗാ മാരത്തോണിൽ. അവിടെ നമുക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിക്കണം. സോ നമുക്ക് ഈ അൺപ്രഡിക്റ്റബിൾ ആയ ക്വസ്റ്റ്യൻ പേപ്പറിനെ നമുക്ക് പ്രഡിക്റ്റബിൾ ആക്കണം. സോ ലെറ്റ്സ് മേക്ക് ദ അൺപ്രഡിക്റ്റബിൾ predictable. So we will see you sharp at 7 o'clock. Thank you everybody.